Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോ ആ വില്ലന്മാരുടെ നേതാവായ ഡോമർ വില്ലനെ ആയിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആൽഫാർ വൺ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് തന്നെ 2 യൂണിറ്റിനെയും കമ്പൈൻ ചെയ്ത് അവനിപ്പോ ശത്രുക്കളുടെ ആ ഒരു വലുപ്പം അത് ഒരുപാട് കൂട്ടിയിരിക്കുകയാണ്. അവനതിൽ ഒരുപാട് സന്തോഷവും ആഹ്ലാദവും ഉണ്ട്. മാത്രമല്ല ആർനോമ ലിബറേഷൻ ഫ്രണ്ട് എന്ന പേരിൽ പുതിയ ഒരു പേര് തന്നെ അവനിപ്പോ അവരുടെ ടീമിന് കൊടുത്തിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ഡ്യൂട്ടി അവൻ അങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്ത് അവരുടെ ഡെവലപ്മെന്റ്സ് ഉറപ്പാക്കും. എല്ലാ ടീമിലെ ലീഡേഴ്സ് അത് ലീഗ് ഓഫ് വില്ലൻസിലുണ്ടായിരുന്ന ആ വില്ലന്മാരാണ്. ഇവിടെ ഡോമറിനാണെങ്കിൽ അവന്റെ പവർ അത് കൂട്ടണം എന്നതാണ് അവന്റെ പ്രധാന ലക്ഷ്യം. അവനെ സഹായിക്കാൻ ആ ഒരു ഡോക്ടർ അവന്റെ കൂടെയുണ്ട്. സോ ആ ഡോക്ടർ ആണെങ്കിൽ റിസർച്ച് ചെയ്ത് അവന്റെ പവർ കൂട്ടാനുള്ള ഓരോരോ കാര്യങ്ങൾ അനുദിനം ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ ഡോമർ ആണെങ്കിൽ അതീവ സന്തുഷ്ടനാണ്. ഇത് മാത്രമല്ല, ഈ വില്ലന്മാരെ തിരിച്ചറിഞ്ഞ നമ്മുടെ ഹീറോസ് ആണെങ്കിൽ ഇപ്പൊ വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. വില്ലന്മാരും ഹീറോസും അവർ ഏറ്റുമുട്ടാൻ പോകുന്ന വലിയൊരു യുദ്ധം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ട്വൈസ് ആണെങ്കിൽ ഇപ്പൊ ഓക്സിന്റെ അടുത്തേക്ക് വരും. സത്യത്തിൽ എന്റെ ടീമിനെ എങ്ങനെ മുൻപോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. ഒരു മോട്ടിവേഷൻ സ്പീച്ച് കൊടുക്കാനോ അവരെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാനോ എനിക്ക് പറ്റുന്നില്ല. നിന്റെ സഹായം ഉണ്ടെങ്കിൽ എനിക്കതിന് കഴിയും. സ്പിന്നർ ആൻഡ് കോംപ്രസ് അവർ രണ്ടുപേരും ഡെയിലി വളരെ തീവ്രമായിട്ട് മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ കൊണ്ട് അതിന് കഴിയുന്നില്ല. പക്ഷെ ഡാബിനോ അവന്റെ ഫ്രണ്ടും ആണെങ്കിൽ മീറ്റിങ്ങിലൊന്നും കാര്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്ന റെസ്പോൺസിബിലിറ്റി അത് കറക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്തു തീർക്കണം. അത് കൺവേ ചെയ്യാൻ നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് അവനോട് പറയും, നീ എന്റെ നല്ലൊരു ഫ്രണ്ടാണ്, ഉറപ്പായാലും നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തരുന്നു പറയും. അതിനുശേഷം ടെററായിട്ട് അവൻ മനസ്സിൽ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്സ് ആണെങ്കിൽ വില്ലന്മാരോടൊപ്പം ചേർന്ന് അവരുടെ നീക്കങ്ങളും അവരുടെ പ്ലാനുകളും ഒക്കെ മനസ്സിലാക്കി അത് ഹീറോസിനെ അറിയിച്ചു കൊടുത്ത് ജനങ്ങളെ രക്ഷിക്കുക, അതുപോലെ തന്നെ ഈ വില്ലന്മാരെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശവുമായിട്ടാണ് അവരോടൊപ്പം കയറി പറ്റിയിരിക്കുന്നത്. ഓക്സിനാണെങ്കിൽ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവും, ഇപ്പോൾ ഈ ഒരു സിസ്റ്റം അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ചേഞ്ച് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. മാത്രമല്ല ജപ്പാനിലുള്ള ഏകദേശം എല്ലാ നഗരങ്ങളും അറ്റാക്ക് ചെയ്ത് അത് പിടിച്ചെടുക്കാനാണ് അവരുടെ ഇപ്പോഴത്തെ മെയിൻ പ്ലാൻ. ജപ്പാനിലുള്ള ഹീറോസിനെ മുഴുവനായിട്ട് നശിപ്പിച്ചു കളയുക, അതിനോടൊപ്പം ജപ്പാനിലെ ഗവൺമെന്റിനെ തകർത്ത് ഗവൺമെന്റിനെ അവരുടെ അണ്ടറിൽ കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജപ്പാനിനെ നേടിയെടുക്കുക. ഇപ്പൊ ഹീറോസിനെ വെല്ലുവിളിക്കാനും അവരെ തോൽപ്പിക്കാനും പോകുന്ന അത്രയും ആൾബലം അതിപ്പോ വില്ലന്മാരുടെ ടീമിലുണ്ട്. അതിപ്പോ അവരുടെ കോൺഫിഡൻസ് കൂട്ടിയിരിക്കുകയാണ്. മാത്രമല്ല ഡോമർ പയ്യൻ ആ ഡോക്ടർ ആളാണെങ്കിൽ അവന്റെ പവർ എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജനങ്ങൾ മുഴുവനായിട്ടും ചേഞ്ച് ആവാൻ പോവാണ്. അവർ ഇത്രയും നാളും ഗവൺമെന്റിന്റെ അണ്ടറിലാണ് നിന്നത്. ഇനി സൂപ്പർ ഹീറോസിന്റെ സഹായം ഇല്ലാതെ തീർച്ചയായിട്ടും നമ്മളായിരിക്കും ഈ ജനങ്ങളെയും ഈ നാടിനെ നയിക്കാൻ പോകുന്നത്. ഗവൺമെന്റ് ഇത്രയും കാലവും സൂപ്പർ ഹീറോസിന് ഫേവറബിൾ ആയിട്ടുള്ള നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എത്രയും വേഗം നമുക്ക് ജനങ്ങളെ പിടിച്ചെടുത്ത് അതെല്ലാം തന്നെ ചേഞ്ച് ചെയ്യണം. കട്ട് ചെയ്ത ഇവിടെ ഓക്സ് ആണെങ്കിൽ പൈസന് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ സ്പീച്ച് അതെല്ലാം തന്നെ അവന് പഠിപ്പിച്ചു കൊടുക്കും. ഇതാണെങ്കിൽ അവനോട് നന്ദി പറയും. താങ്ക് യു വെരി മച്ച്. നീ എന്റെ കൂടെ ഉള്ളത് എനിക്കൊരു വലിയ ബലം തന്നെയാണ്. ഓക്സിന് നന്നായിട്ട് അറിയാം അവൻ ആ വില്ലന്മാരുടെ ടീമിലാണെങ്കിലും അവന്റെ മനസ്സ് നല്ലതാണെന്ന്. സോ അത് യൂസ് ചെയ്ത് ആണെങ്കിൽ മാക്സിമം ഇൻഫർമേഷൻ അവന്റെ ഉള്ളിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവനത് അവന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കും. ഇതുകൊണ്ടാണ് ഡോമറോ ഷിഗറാക്കിയെ കാണാൻ എന്നെ അനുവദിക്കാത്തതെന്ന് ഇപ്പോ അവനാണെങ്കിൽ ട്വൈസിനോട് ചോദിക്കും. അതിന് ട്വൈസ് പറയും, ഡമോറ അദ്ദേഹം ആ ഒരു വലിയ ഹില്ലിലാണുള്ളത്. അവിടെ അദ്ദേഹത്തിന്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആവുന്നത് വരെ അദ്ദേഹം നീയുമായിട്ട് മീറ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഇത് ആക്ച്വലി വളരെയധികം സീക്രട്ട് ആയി വെക്കേണ്ട കാര്യമാണ്. ആരോട് ഷെയർ ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് നിന്നോട്. എന്നിട്ട് ഞാൻ നിന്നെ വിശ്വസിച്ചാണ് ഈ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞതെന്ന് അവനാണെങ്കിൽ ഓക്സിനോട് പറയും. ഓക്സിനാണെങ്കിൽ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ആ ഒരു വലിയ യുദ്ധത്തിന് അധികം താമസമില്ല. എത്രയും വേഗം അതിന് തയ്യാറെടുക്കണം. കട്ട് ചെയ്ത ഇവിടെ പോലീസ് ആണെങ്കിൽ ആ ഡോക്ടറിനെ കുറിച്ച് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹീറോസിന് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ കരുതും പോലെയല്ല, വളരെയധികം ടെററായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അവൻ. ഡോക്ടർ ആണെങ്കിലും അവൻ ചെയ്യുന്നതെല്ലാം വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. സ്കൂള്, ഹോസ്പിറ്റൽസ്, അനാഥാലയങ്ങൾ എല്ലാം തന്നെ വെച്ചുകൊണ്ട് അവൻ അതിന്റെ ഉള്ളിലൂടെ ലീഗ് ഓഫ് വില്ലൻസിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. നോമോസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇവനൊരു വലിയ പങ്കുണ്ട്. അവന്റെ എക്സ്പെരിമെന്റ് എന്താണെന്ന് ലോകത്തിന് അറിയില്ല. അവിടെയുള്ള ഒരു സ്പൈ മൂലമാണ് ഞങ്ങൾ ഈ ഇൻഫർമേഷൻ എല്ലാം തന്നെ കളക്ട് ചെയ്തെടുത്തത്. മാത്രമല്ല ആ ഹോസ്പിറ്റലിന്റെ ഒരു രഹസ്യ ഭാഗത്തേക്ക് ആ ഡോക്ടറിനല്ലാതെ മറ്റാർക്കും കടന്നു ചെല്ലാൻ അനുവാദവുമില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളൊരു ഫോട്ടോ സംഘടിപ്പിച്ചു. അതിൽ ചെറിയൊരു നോമൂല് അവൻ റിസർച്ച് ചെയ്യുന്ന മാത്രമാണ് കാണാൻ കഴിഞ്ഞത്.
ഈ ഒരു ഇൻഫർമേഷൻ വെച്ച് നമുക്ക് അവനെ ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ലീഗ് ഓഫ് വില്ലൻസും അവരുടെ പുതിയ ടീമും നോമോസും എല്ലാം നമുക്കെതിരായിട്ട് അവർ ഉപയോഗിക്കും. സോ അവനെ പിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഹീറോസിനെ രണ്ടായിട്ട് തരംതിരിക്കണം. ഒരു ടീം ആ ഡോക്ടറിന്റെ പിന്നാലെ പോയി ആ ഡോക്ടറിനെ പിടിക്കണം. മറ്റൊരു ടീം അവന്റെ ആ നോമോസ് അവറ്റകൾക്കെതിരെ ഫൈറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവനെ പിടിക്കാനായിട്ട് നമുക്ക് കഴിയൂ. ഈ ഒരു വലിയ ഫൈറ്റില് നമ്മളെ US സ്കൂളിലുള്ള സ്റ്റുഡൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ആ ഫൈറ്റിൽ പങ്കെടുക്കുന്നത് 4 സ്റ്റുഡൻസ് മാത്രമാണ്. അവർക്ക് ലോങ് റേഞ്ചിൽ അറ്റാക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ടീമിൽ എടുത്തത്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ മിഷന് വേണ്ടി നമ്മുടെ കുട്ടികൾ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. മഷ്റൂം പെണ്ണിനാണെങ്കിൽ ടെൻഷൻ കൂടി വരും. അത് കണ്ട് മിഡ് നൈറ്റ് ആണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കും. ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്യും. ടൊക്കയാമിയും ഡെങ്കിയും പരസ്പരം സംസാരിക്കുകയാണ്. ഡെങ്കിക്കാണെങ്കിൽ അവന്റെ ഭയം അതങ്ങനെ കൂടി വരും. മോമോ ആണെങ്കിൽ ബാക്കിയുള്ള സ്റ്റുഡൻസിനോട് പറയും, ആക്ച്വലി ശത്രുക്കളുടെ പവർ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഡെങ്കിയെയും കിയാമിയെയും ആ ഒരു ടീമിൽ ആഡ് ചെയ്തത്. അവർക്ക് ലോങ് റേഞ്ചിൽ നിന്ന് അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ഉടനെ അങ്ങനെ സീൻ കട്ട് ചെയ്ത എൻഡവറിനാണെങ്കിൽ നന്നായിട്ട് അറിയാം അവർക്ക് ഈ രഹസ്യ ഇൻഫർമേഷൻ എല്ലാം കിട്ടുന്നത് ഓക്സിലൂടെ ആണെന്ന്. അതുകൊണ്ട് തന്നെ എൻഡവർ ആണെങ്കിൽ ഇപ്പൊ പോലീസിനോട് ഓക്സ് എവിടെയാണെന്നും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. പക്ഷെ പോലീസുകാരാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കില്ല. ഞങ്ങളോട് ക്ഷമിക്കണം, അതിപ്പോ ഞങ്ങൾക്ക് റിവീൽ ചെയ്യാൻ കഴിയില്ല, അതൊരു ടോപ്പ് സീക്രട്ട് ആണ്. കട്ട് ചെയ്ത സ്ലൈഡിംഗ് ഹീറോ ഇപ്പോ ടൗണിലൂടെ അങ്ങനെ കറങ്ങി നടക്കുകയാണ്. രാവിലെ എപ്പോഴും ഞാൻ ഒരുപാട് ഹീറോസിനെ കാണാറുള്ളതാണ്. എന്തുപറ്റി ഇന്ന് ആരെയും കാണുന്നില്ലല്ലോ എന്ന് അവൻ ചിന്തിക്കുന്ന അതേസമയം മറ്റൊരു സൂപ്പർ ഹീറോ ആണെങ്കിൽ അവനെ പിടിച്ചു വലിക്കും. നീയും ആ ലിബറേഷൻ ആർമിയിലുള്ള ആളല്ലേ, നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയും. അത് കേട്ട് അവൻ ഞെട്ടും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ എൻഡവറിനെ കാണിക്കും. എൻഡവറിനോടൊപ്പം തന്നെ ടോഡ്രോക്കിയും കച്ചാപ്പയ്യനും അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. ഒറ്റപ്പയ്യനാണെങ്കിൽ അവന്റെ പൊസിഷൻ അതൊട്ടും ഇഷ്ടപ്പെടില്ല. എൻഡവറിന്റെ കൂടെ നിർത്താതെ എന്തിനാണ് നമ്മളെ പുറകിൽ നിർത്തിയത്? അതിന് ടോഡ്രോക്കി പറയും, നമ്മുടെ കയ്യിലുള്ളത് സൂപ്പർ ഹീറോ ലൈസൻസ് അല്ല, പ്രൊഫഷണൽ ലൈസൻസ് ആണ്. അത് കേട്ട് കച്ചാപ്പയ്യനാണെങ്കിൽ ദേഷ്യം കൂടും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാണ്. ആ സമയത്ത് പച്ചപ്പെണ്ണാണെങ്കിൽ നമുക്ക് മുൻപോട്ടേക്ക് പോകണം, ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരുമായിട്ട് അങ്ങനെ എടുത്തു ചാടി മുൻപോട്ടേക്ക് ഓടും. ഇവിടെ ഡോക്ടർ ടീമും സ്ട്രെയിറ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന് ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്. പിന്നെ ഒരാളാണെങ്കിൽ എൻഡവറിന്റെ കൈ കാണിച്ച് ഇതുവഴി വരാനായിട്ട് പറയും. കട്ട് ചെയ്ത ആ മൊട്ടത്തലയൻ കപ്പടാ മീശക്കാരൻ ഡോക്ടർ ആളാണെങ്കിൽ ഇപ്പൊ ഹായ് ആയിട്ട് നടക്കുകയാണ്. എത്രയും വേഗം ആ പവർ ലെവൽ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. പ്രൈം മിഷൻ അതാണ്. പക്ഷെ എനിക്കിപ്പോ ബോറടിക്കുന്നു, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവനങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും എൻഡവർ അവിടേക്ക് വരിക. സത്യം പറയും, നീയല്ലേ ആ ഒരു നോമോസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്ടർ? ആൽഫാർവണിനെ സഹായിക്കുന്നത് നീയല്ലേ? അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത എൻഡവറിന്റെ മകളെയും മകനെയും കാണിക്കും. അവരാണെങ്കിൽ ഇപ്പൊ എൻഡവറിനെ കുറിച്ചായിരിക്കും പരസ്പരം സംസാരിക്കുക. പക്ഷെ മകനാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും മിഷൻ കംപ്ലീറ്റ് ചെയ്ത അദ്ദേഹം നമ്മൾ വിളിക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഇമോഷൻസ് ഒന്നും ആരോടും ഇല്ലാന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ എൻഡവറിന്റെ ചോദ്യം കേട്ട് ഡോക്ടർ ആണെങ്കിൽ ഉഷാറായിട്ട് ഓടുകയാണ്. ആ നിമിഷം ഡോക്ടറിന്റെ ഉള്ളിൽ ഒരു പവർ അതങ്ങനെ അവേക്കനായി ആളുടെ റിയൽ രൂപം അതങ്ങനെ പുറത്തേക്ക് വരാണ്. ആൾക്ക് നല്ല പ്രായമുണ്ട്. സോ ഇപ്പോ ബോഡിയൊക്കെ ചുക്കി ചുളിഞ്ഞു പോവും. എൻഡവറിനാണെങ്കിൽ കാര്യം മനസ്സിലാവും. ആ നോമോസിന് റീജനറേഷൻ പവർ കൊടുത്തത് അത് നീയല്ലേ? ആൽഫാർ വണ്ണിന് പോലും ഈ പവർ നീ പകർന്നു കൊടുത്തില്ലേ ചോദിക്കും. ഡോക്ടർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും നിരങ്ങി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. അത് കണ്ട് മൈക്ക് ആണെങ്കിൽ ഡോക്ടറിനെ പിടിക്കും. ഇക്കനാണെങ്കിൽ അവന്റെ ദേഷ്യം അത് സഹിക്കാനായിട്ട് കഴിയില്ല. കാരണം ആ റീജനറേറ്റീവ് പവർ അത് അവന്റെ ഫ്രണ്ടിന്റെ നേർക്ക് പോലും ഈ ഡോക്ടർ ഉപയോഗിച്ചു. സോ അവൻ ദേഷ്യപ്പെട്ട് ആ റീജനറേറ്റീവ് പവർ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഡോക്ടറിനോട് ചോദിക്കും. ഉടനെ മറ്റു 2 ഡോക്ടേഴ്സ് ആണെങ്കിൽ ഈ കാര്യം കണ്ട് അവിടേക്ക് ഓടി വരും. നിങ്ങൾ എന്തായി ചെയ്യണേ? അദ്ദേഹം ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടറാണെന്ന് പറയും. എൻഡവർ ആണെങ്കിൽ ആ ഡോക്ടേഴ്സിനോട് അവിടുന്ന് പോകാനായിട്ട് പറഞ്ഞ് ആ ഡോക്ടറിനെ അങ്ങനെ ചുരുട്ടിയെടുക്കും. പുറത്താണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ജനങ്ങളെയും ഹോസ്പിറ്റൽ സ്റ്റാഫുകളെ എല്ലാം തന്നെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നോമോസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ ആൾക്കാർ ഇപ്പൊ റെഡിയായി. നമ്മുടെ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം ആ ഒരു നോമോസ് അത് മരിച്ചു പോയവരുപയോഗിച്ചാണ് ഈ ഡോക്ടർ ചെയ്തതെന്ന്. മാത്രമല്ല അവർ ശരിക്കും ഒരു പപ്പടിനെ പോലെയാണ്. അവരെ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കും അവർ കറക്റ്റായിട്ട് ചെയ്യുക. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഈ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടീമാണെങ്കിൽ ഇപ്പൊ ആ വില്ലന്മാരുടെ ബേസ് തേടി അവിടേക്ക് പോയി കഴിഞ്ഞു. പക്ഷെ അവിടെയാണെങ്കിൽ ആരെയും കാണാനില്ല. മറ്റൊരു ഭാഗത്ത് വേറൊരു ടീം അവർ ആ ഹോസ്പിറ്റലില് മോർച്ചറിയുടെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ആ കാര്യം ഇപ്പൊ എൻഡവറിനെ അറിയിക്കും. അടുത്ത നിമിഷം ഡോക്ടർ ആണെങ്കിൽ ടെററായിട്ട് എൻഡവറിനെ നോക്കി ചിരിക്കുകയാണ്. പക്ഷെ എൻഡവർ ആ ടീമിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു നോമു ആണെങ്കിൽ മുകളിലേക്ക് വന്ന് ഇപ്പൊ ഡോക്ടറിനെ അങ്ങനെ വെട്ടി വീഴ്ത്തുകയാണ്. ഡോക്ടറിനും കൂടെയുള്ളവർക്കൊന്നും മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ആ ഒരു നോമു അപ്രകാരം ചെയ്തതെന്ന്. അപ്പോഴായിരിക്കും സത്യം മനസ്സിലാക്കുക, അത് റിയൽ ഡോക്ടർ ആയിരുന്നില്ല, മറിച്ച് ട്വൈൻസിന്റെ ഒരു ക്ലോൺ മാത്രമായിരുന്നു. അതിനർത്ഥം ആ വില്ലന്മാർ ഈ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ മനസ്സിലാക്കി എക്സ്പെക്ട് ചെയ്ത് തയ്യാറായിട്ടാണ് ഇരുന്നത്. ഇപ്പോ ആ ക്ലൗൺസ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും.
എൻഡവർ ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ കുട്ടികളെ തിരികെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ആ ഹോസ്പിറ്റലിന്റെ ഒരു ബേസ്മെന്റിൽ ഡോമറിനെ കാണിക്കും. ആ റിയൽ ഡോക്ടർ ആണെങ്കിൽ അവന്റെ ഒപ്പം തന്നെ ഉണ്ട്, അവന്റെ പവർ കൊടുത്തുകൊണ്ട്. ഡോക്ടർ ആണെങ്കിൽ ഒരു ചെയറിൽ കയറി മുകളിലേക്ക് റൂമിലേക്ക് വരും. അതിനുശേഷം ട്വൈസ് പവർ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് നോമോസിന് കൊടുക്കുകയാണ്. ഇതൊക്കെ ഒരുപാട് കാലത്തെ എന്റെ കഷ്ടപ്പാടാണ്, ഇത് വെറുതെ ആക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ആണെങ്കിൽ മിർക്കോയെ തിരിച്ചറിയും. അവളിപ്പോ ആ ബേസ്മെന്റിലേക്കാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ആണെങ്കിൽ അവൻ അത്രയും പവർ കളക്ട് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. ഡോക്ടർ ആണെങ്കിൽ ഇപ്പോ ഡബോറയെയും ആ ഡോക്ടറിനെയും ഒരു നോമോനോട് മറ്റൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യാനായിട്ട് പറയും. ആ സമയം നമ്മുടെ പെണ്ണ് അവൾ അവിടേക്ക് ടെററായിട്ട് എത്തുകയാണ്.